ഹേ ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ ആദ്യത്തെ എക്സാം ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എക്സാമിൻ്റെ തലേന്നാണ് ബുക്കും സിലബസൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഞാൻ എക്സാമിന് മെയിനായിട്ട് ഈ ട്രിക്കാണ് ഉപയോഗിക്കൽ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ പാസ്സായിട്ടുള്ളത്. എന്നെപ്പോലെ എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിക്കണവർക്ക് പറ്റിയൊരു ടിപ്പാണിത്. അപ്പോൾ അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും എൻ്റെ മുഖത്ത് കാണാണ്ട് എന്താ ചെയ്യുക. എക്സാമിൻ്റെ തലേന്ന് പഠിക്കണവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഡിസംബർ ആയതുകൊണ്ട് ഒടുക്കത്തെ തണുപ്പാണ്. ഉറങ്ങാനും നല്ല സുഖക്കാരെ രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഇടങ്ങേറ് വേറില്ല. എത്ര തണുപ്പാണേലും എക്സാം ഡേ ആയതുകൊണ്ട് നമ്മൾ എണീറ്റല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിൽ എണീറ്റ് എന്നിട്ട് കുറേ വെള്ളം കുടിച്ചു. ഈ ശീലം നിങ്ങൾക്കും തുടങ്ങണമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ വെള്ളം ബോട്ടിലാക്കി എടുത്ത് വെച്ചാൽ തുടങ്ങാം. അല്ലെങ്കിൽ മടി വീണ്ടും സമ്മതിക്കൂല. അങ്ങനെ ഞാൻ എൻ്റെ ബെഡും സെറ്റാക്കി. ഇതും പുതിയ ശീലമാണ്. പിന്നെ പല്ലൊക്കെ തേക്കാൻ പോയി. ഇത് പുതിയ ശീലമല്ല കേട്ടോ, ഇത് അതേ ഉള്ളതാണ്. അതിന് പല്ലൊക്കെ തേച്ചെന്ന് വല്ലതും മിണുങ്ങാന്ന് വിചാരിച്ചു. മിണുങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാൻ ഒരു നേരമില്ല. കാരണം പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് മുട്ട പൊരിച്ചു. ഇന്നലത്തെ കഞ്ഞിയും ചൂടാക്കി. സോ മുട്ടയും കഞ്ഞുമാണ് ഇന്ന് നമുക്ക് രാവിലെ തിന്നാൻ. സമയം ഇപ്പോൾ 10:27. ഇനി എനിക്ക് 2 മണി വരെ പഠിക്കാം. അപ്പം നമുക്ക് പഠിക്കാം. അങ്ങനെ ഞാൻ ഇരുന്നും മറിഞ്ഞും കടന്നൊക്കെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വായിച്ചു നോക്കും. എനിക്ക് മനസ്സിലാണ് എടുക്കും, അല്ലാത്ത ഞാൻ മെല്ലെ ഒഴിവാക്കും. എന്നിട്ട് പോയിട്ട് എന്താ എനിക്ക് കിട്ടുന്നത് അത് എഴുതിയിട്ട് പോരും. ഇതുവരെ കുഴപ്പമില്ലാണ്ട് പാസ്സായി പോന്നിട്ടുണ്ട്. ഇന്നും അതുപോലെ ആയിരിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്നത്തെ എക്സാം ഫിലിം പ്രൊഡക്ഷൻ ആയതുകൊണ്ടും പിന്നെ അതെൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ടും വലിയ കുഴപ്പമില്ലേനു. പഠിക്കാനും കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുമ്പോൾ അത്ര വലിയ സുഖം ഉണ്ടാവില്ല. എന്നാലും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ വലിയ കഷ്ടപ്പെട്ടില്ല. ഇന്നത്തെ ഈ കഷ്ടപ്പാടോട് കൂടി എനിക്ക് മനസ്സിലായി ഇനി ഒരിക്കലും എക്സാമിൻ്റെ തലേന്ന് പഠിക്കരുതെന്ന്. പക്ഷേ ഈ അതേ മനസ്സിലാവൽ തന്നെ എനിക്ക് എൻ്റെ 10ാം ക്ലാസ്സിൽ നിന്നും മനസ്സിലായതാണ്. പക്ഷെ എന്ത് കാര്യം എല്ലാം മാറ്റമുണ്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ അട്ടിമ ഡ്രസ്സ് ഇടണം, ഇല്ലെങ്കിൽ തണുത്തിട്ട് വിറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെന്ത് തെർമൽ എടുത്തിട്ടു. തെർമലിട്ടാൽ പിന്നെ അട്ടിക്കട്ടിക്ക് ഡ്രസ്സ് ഇടേണ്ട ആവശ്യമില്ല, അത് അവിടെ നിന്നോളും. തെർമലും ഒരു ഹുഡിയും പിന്നെ ഹോൾ ടിക്കറ്റും ബാഗും ബുക്കും ഒക്കെ എടുത്തിട്ട് ഞാൻ എക്സാമിന് പോകാൻ നേരത്താണ് ഈ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. ടിപ്പ് എന്താ വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ എന്തെങ്കിലും പണിയെടുക്കുക, അല്ലെങ്കിൽ ഇപ്പം ഇനിയിപ്പോൾ കോളേജിലേക്ക് എനിക്ക് എത്താനൊരു 15 മിനിറ്റ് ഉണ്ട്, അത്രയും നേരം ഞാൻ ഹെഡ്സെറ്റും വെച്ച് അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ എക്സാം ഹാളിൽ എത്തുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എഴുതുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഞാൻ ഈ കേട്ട സാധനങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എക്സാമിന് എഴുതാൻ. ഇത് ചിലപ്പോൾ ഇന്നെ പോലത്തെ ആൾക്കാർക്ക് മാത്രമേ യൂസ്ഫുൾ ആവുള്ളൂ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. അത്രയ്ക്കുള്ളൂ. ബൈ.